ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നെയ്യാർ ഡാം വഴി അമ്പൂരിയിലേക്കുള്ള യാത്രയിലാണ്. അമ്പൂരി എല്ലാവർക്കും അറിയാം, പണ്ട് ഉരുൾപൊട്ടലൊക്കെ നടന്ന സ്ഥലമാണ്. പോകുന്ന വഴിക്ക് ഒരു നാടൻ ചായക്കട കണ്ടു, അവിടെ നിർത്തി. കാര്യം അങ്ങോട്ട് പോയാലും എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ നല്ല നാടൻ തട്ടുദോശയും തേങ്ങ അരച്ച ചട്നിയും പപ്പടവും ഉണ്ട്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ദോശയും ചട്നിയും പപ്പടവും രസവടയും മിക്കവാറും എല്ലാ കടകളിലും കാണും. എന്തായാലും അവിടെ നിന്നുകൊണ്ട് തന്നെ കഴിച്ചു. ഒരു പ്ലേറ്റിൽ 4 കൈ വന്ന് വീണപ്പോൾ അവിടെ നിന്ന് ദോശയൊക്കെ പെട്ടെന്ന് തീർന്നു. ഇനി എന്തായാലും നേരെ മായംകടവിലേക്ക് പോകാം. മായംകടവിൽ നമ്മൾ ചൂണ്ടയിടാനാണ് വന്നപ്പോൾ സംഗതി ആകെ ശോകമാണ്. മീനൊന്നും കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല. വരുന്ന വഴിക്ക് നമ്മൾ ചിക്കൻ തോരൻ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അതവിടെ നിന്നുകൊണ്ട് കഴിച്ചു. മീനൊന്നും കിട്ടിയില്ലെങ്കിലും ആ ആംബിയൻസിൽ നിന്നും കൊണ്ട് വട്ടയിലയിൽ ചിക്കൻ തോരൻ കഴിച്ചു. അത് ഇടിവെട്ട സാധനമായിരുന്നു. അതുപോലെ നല്ല കുറച്ച് ഫോട്ടോസും എടുത്തു. ഇനി നേരെ അമ്പൂരി പാലത്തിൻ്റെ അടിയിലോട്ട് പോയി നോക്കാം. അവിടെ നല്ല മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അമ്പൂരി പാലത്തിൻ്റെ അടിയിൽ കുറച്ച് സമയം ട്രൈ ചെയ്തെങ്കിലും ഒരു പരൽമീനിനെ പോലും കിട്ടിയില്ല. ഇവിടേക്ക് ആരോ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം. ഇതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുമ്പിച്ചൽ കടവ് പാലം. ആ പാലത്തിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ആ വെള്ളത്തിൻ്റെ ഒരു നിറം കാണണം. അതുപോലെ തന്നെ ആകാശം, നീലയും വെള്ളയും നിറഞ്ഞ ആകാശവും മലനിരകളും എല്ലാം ചേർന്ന് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഈ പാലത്തിൻ്റെ ഫുട്പാത്തിലൊരു ചേട്ടൻ കച്ചവടം ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് നെല്ലിക്ക, മാങ്ങ, ചാമ്പയ്ക്ക എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു നൊസ്റ്റാൾജിക് സാധനം ഒരുപ്പുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് നെറ്റിയിലടിച്ച് ഇങ്ങനെ പൊട്ടിക്കുമല്ലോ, ആ സാധനം. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് അമ്പൂരി ജംഗ്ഷനിലെത്തി. ഇവിടെ സൽക്കാരി എന്ന് പറഞ്ഞ ചെറിയ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഊണ് കഴിച്ചത്. തിരിച്ച് വരുന്ന വഴി നമ്മൾ രാവിലെ ദോശ കഴിച്ച കടയിൽ നിന്ന് കയറി. അവിടെ ഉഴുന്നുവടയൊക്കെ എണ്ണക്കിടം തിളയ്ക്കുന്നുണ്ട്. ഉഴുന്നുവട, ബോണ്ട, പരിപ്പുവടയൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇനി പോകുന്നത് ബോണക്കാടേക്കാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബിങ്ങും ലൈക്കും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.